ഹായ് ആൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഒരു നോവലയാണ്. നോട്ട്സ് ഫ്രം ദി അണ്ടർഗ്രൗണ്ട് റിട്ടൺ ബൈ ഫയദോർ ദസ്തേവ്സ്കി. ദിസ് നോവല വാസ് റിട്ടൺ ഇൻ ദ ഇയർ 1864. നോവല എന്ന് പറഞ്ഞാൽ നോവലിൻ്റെ അത്ര വലുതല്ല, എന്നാൽ ഷോർട്ട് സ്റ്റോറിയുടെ അത്ര ചെറുതുമല്ല. അതാണ് നോവല കാറ്റഗറി. And this Notes from the Underground is considered to be the one of the first work of existentialist literature. Let's discuss about Fyodor Dostoevsky. He was born in 1821 and a Western novelist of 19th century. Born into a middle-class family, his father was an army doctor and mother was a homemaker. He began his literary career with Poor Folk in the year 1846. ഇദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് വർക്കാണ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്, ദ ഇഡിയറ്റ്. ഒക്കെ ഈ മാസ്റ്റർ പീസ് ആയ വർക്ക് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എഴുതുന്നത് 1866. ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് അവർ നോവല. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 parts. ഫസ്റ്റ് പാർട്ടിൽ അണ്ടർഗ്രൗണ്ട് മാൻ്റെ പ്രസൻറ്റ് കണ്ടീഷനും സെക്കൻഡ് പാർട്ടിൽ അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ഈവൻസുമാണ് നറേറ്റ് ചെയ്യുന്നത്. ഒരു ഡയറി ഫോമാറ്റ് പോലെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. വളരെ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങളെ അതിൽ പറയുന്നുള്ളൂ. ഇവൻറ്റ് ഒക്കർ ഇൻ ദ ഇയർ 40, 40ാമത്തെ വയസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ. അതിന് ആ ഒരു ഫസ്റ്റ് പാർട്ടിൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് ആണ്. അത് സെറ്റ് ഇൻ ദ ഇയർ 1860, 1860. സെക്കൻഡ് പാർട്ടിൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ അപ്രോപ്സ് ഓഫ് ദി വെറ്റ് സ്നോ എന്നാണ്. അതിൽ 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ കുറച്ച് ഇവൻറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അണ്ടർഗ്രൗണ്ട് മാനിൻ്റെ കുറച്ച് ഇവൻറ്റ്സിനെ. അണ്ടർഗ്രൗണ്ട് മാനാണ് ഇതിൻ്റെ പ്രൊട്ടാഗനിസ്റ്റ് എന്ന് പറഞ്ഞാൽ. അത് നടക്കുന്ന ഇയർ 1840. ഇൻ ദ ഇയർ 24, 24ാമത്തെ വയസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ഓരോ പാർട്ടിലും എന്താ നോക്കാം. ഫസ്റ്റ് പാർട്ട് ടൈറ്റിൽ അണ്ടർഗ്രൗണ്ട് ഇൻ ദ ഇയർ 1860, ഏജ് എന്ന് പറഞ്ഞാൽ 40. ഇതിൽ അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കൽ തോട്ട്സുകളാണ് ഒരു മോൺലോഗ് പോലെ പറയുന്നത്. അതിൽ കുറച്ച് ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട് ഇയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം ഒറ്റയ്ക്കൊരു ഷാബി അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. ഒരു റിട്ടയർഡ് സിവിൽ സെർവൻ്റ് ആണ്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് ഇൻകമൊക്കെ ഇദ്ദേഹത്തിന് ഉണ്ട്. ഇയാൾ സ്വയം പറയുന്നത് ഇദ്ദേഹം ഒരു സിക്കായിട്ടൊരു മനുഷ്യനാണ്, അത്ര വല്ല അട്രാക്റ്റഡ് ആയിട്ടുള്ള മാനൊന്നും അല്ല, എല്ലാവരാലും വെറുക്കപ്പെട്ടൊരു മനുഷ്യനാണ്. കാരണം അത്ര സ്നേഹത്തോടെ ഫ്രണ്ട്ലി ആയിട്ടോ കൈൻഡായിട്ടൊന്നും പെരുമാറുന്ന ഒരാൾ അല്ല. ഇദ്ദേഹം ഒരു കറപ്റ്റഡ് മാൻ ആണ്. വൈ? ബിക്കോസ് ഈസ് എ സച്ച് ആൻ ഇൻ്റലിജൻറ്റ് മാൻ. അദ്ദേഹം ഒത്തിരി വായിക്കുന്ന ഒരാളുമാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു കറപ്റ്റഡ് മാൻ ആണ് എന്നാണ് പറയുന്നത്. ആ ഒരു ടൈമിലാണ് റഷ്യയിലേക്ക് വെസ്റ്റേൺ ഇൻഫ്ലുവൻസൊക്കെ വരുന്നത്. എന്നിട്ട് ഇദ്ദേഹം പറയാണ് ഇദ്ദേഹത്തെ പോലെ തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരും ഇതേ അവസ്ഥയൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവണം എന്നും പറയുന്നു. ആൻഡ് ഇദ്ദേഹത്തിന് എല്ലാത്തിനോടും ഒരു പുച്ഛ മനോഭാവമാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ഡിസീസൊക്കെ ഉണ്ട്, ഒരു അസുഖമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോവുക, ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുക, അതൊന്നും ഇദ്ദേഹത്തിന് താല്പര്യമില്ല. അതൊക്കെ ഇദ്ദേഹം എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഈവൻ ഒരു പല്ല് വേദന വരെ വന്നാൽ തന്നെ അതിനെ വരെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എല്ലാത്തിനോടും ഒരു പുച്ഛഭാവം. അപ്പോൾ ഇദ്ദേഹത്തിന് ഇതറിയാം, ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു മനോഭാവമൊക്കെ ഒരു ബെസ്റ്റ് വേ അല്ല എന്നറിയാം. എന്നാലും ഇദ്ദേഹത്തിന് ആ ഒരു 19th സെഞ്ച്വറി ഹ്യൂമൻ ബീയിങ് ഒക്കെ ആയതിൽ ഭയങ്കരമായ ഒരു പുച്ഛമാണ് എല്ലാത്തിനോടും ഉള്ളത്. ആൾക്കാരോടായാലും എന്തൊരു ആറ്റിറ്റ്യൂഡും ഇദ്ദേഹം ഒരു പുച്ഛഭാവത്തിലാണ് എടുക്കുന്നത്. ഇദ്ദേഹത്തിന് ഓവർ കോൺഷ്യസ്നെസ്സാണ് ഒത്തിരി പ്രശ്നത്തിലേക്ക് കൊണ്ട് എത്തിക്കുകയും ചെയ്യുന്നത്. ഇനി സെക്കൻഡ് പാർട്ട് നോക്കാം. അതിൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ അപ്രോപ്സ് ഓഫ് ദി വെറ്റ് സ്നോ എന്നാണ്. അതിൽ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഈവൻറ്റ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അണ്ടർഗ്രൗണ്ട് മാൻ അത് സെറ്റ് ചെയ്യുന്ന ഇയർ എന്ന് പറഞ്ഞാൽ 1840 ആണ്. ഇൻ ദ ഏജ് 24. അതിൽ അദ്ദേഹം ഒത്തിരി ആൾക്കാരെയൊക്കെ കാണുന്നുണ്ട്. ബട്ട് അപ്പോഴും അദ്ദേഹം എന്താണ്, ഒരു ആൻറ്റി സോഷ്യലായിട്ടുള്ള മാനാണ്. അത്ര നല്ല കോപ്പറേറ്റീവ് ആറ്റിറ്റ്യൂഡൊന്നും അല്ല അദ്ദേഹത്തിന് ഉള്ളത്. അപ്പോൾ ഇതിലൂടെ കുറച്ച് ഇൻട്രാക്ഷൻസ് ഒക്കെ കാണാനായിട്ട് പറ്റും. കുറച്ച് പഴയ സ്കൂൾ മേറ്റ്സിനെ, സോൾജിയർ, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെയൊക്കെ ഇദ്ദേഹം ഈ ഒരു സെക്ഷനിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരോടും ഇദ്ദേഹം എന്താണ്, വളരെ ബോർ ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്. അത്ര നല്ല ബിഹേവിയർ ഒന്നും അല്ല.
ഒരു ദിവസം ഇദ്ദേഹം ഒരു സോൾജിയറിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സോൾജിയറുമായിട്ട് മുന്നേ പരിചയമൊന്നുമില്ല. സോൾജിയറിനും ഈ അണ്ടർഗ്രൗണ്ട് മാനിനെ അറിയത്തില്ല, ഈ അണ്ടർഗ്രൗണ്ട് മാനിനും സോൾജിയറിനെ അറിയത്തില്ല. പക്ഷേ അങ്ങോട്ട് പോയൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ സ്കൂൾ മേറ്റ്സുമായിട്ടൊരു ഫംഗ്ഷനുണ്ട്. പക്ഷേ ഈ ഒരു അണ്ടർഗ്രൗണ്ട് മാനിനെ അവിടെ ക്ഷണിച്ചിട്ടൊന്നുമില്ല. എന്നാലും അങ്ങോട്ട് ഇടിച്ചു കയറി പോകുന്നു, അവരോടൊത്തിരുന്ന് ഫുഡ് കഴിക്കുന്നു, ഇയാളുടെ കഴിച്ച ഭക്ഷണത്തിൻ്റെ പേയ്മെൻറ്റൊക്കെ ചെയ്യാൻ അവരോടൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അവിടെയും ഒരു ബോർ ആറ്റിറ്റ്യൂഡാണ് ഇയാൾ കാണിക്കുന്നത്. ആ സ്കൂൾ മേറ്റ്സിനെയൊക്കെ കണ്ടതിന് ശേഷം അദ്ദേഹം ഒരു ഈവനിങ്ങിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കാണുന്നുണ്ട്. ലിസ എന്നാണ് അവരുടെ പേര്. വളരെ യങ് ആൻഡ് അട്രാക്റ്റീവ് ആയിട്ടൊരു ലേഡിയാണ്. ഇദ്ദേഹം അവരോട് സംസാരിക്കാനായിട്ട് പോകുന്നു, അവരോട് ചെന്ന് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. കുറച്ച് സെൻറ്റിമെൻ്റൽ ടോക്സ് ഒക്കെ പറയുന്നുണ്ട്, കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ. വൈ? ബിക്കോസ് അവരൊരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അവരുടെ ലൈഫ് വെച്ചിട്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ ആയാൽ എന്ത് ചെയ്യും, നല്ല ഒരു ലൈഫ് ലീഡ് ചെയ്തുകൂടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അവിടെ ആ ഒരു ലേഡിക്കും ഒരു ബാഡ് ഇംപ്രഷനാണ് ഇയാളിൽ ഉണ്ടാവുന്നത്. ആ ഒരു ആർഗ്യുമെൻറ്റിനൊക്കെ ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് ഈ അണ്ടർഗ്രൗണ്ട് മാനിൻ്റെ ഷാബി അപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്നു. ഇവിടെ കുറച്ച് അട്രാക്റ്റഡൊക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷെ വീട്ടിൽ വരുമ്പോഴും ഈ അണ്ടർഗ്രൗണ്ട് മാൻ എന്താ ചെയ്യുന്നത്? ഇവളെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. ആ മുന്നേ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ വച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. അതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു റോങ് പാത്തിലൂടെ ഇനി അവൾ പോവാതെ നേർവഴിയിലൂടെ പോകണം എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അവളതിനൊന്നും റെഡി ആയിരുന്നില്ല. അവൾ ആ ഒരു ആർഗ്യുമെൻറ്റിനൊക്കെ ശേഷം അപ്പാർട്ട്മെൻറ്റ് വിട്ട് പോകുന്നു. ഇയാൾ പുറകെ പോകുമ്പോഴേക്കും പിന്നെ അവൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും ഇയാൾക്ക് കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഇത്രയും ഈവൻറ്റ്സൊക്കെ ഉണ്ടായിട്ടും ഇദ്ദേഹം എഴുതുന്ന ആ ഒരു സ്വഭാവം നിർത്തിയതേയില്ല. അപ്പോൾ ദസ്തേവ്സ്കി ഇതിലൂടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ അണ്ടർഗ്രൗണ്ട് മാനിന് എഴുത്ത് നിർത്താനായിട്ട് ഒത്തിരി തടസ്സങ്ങൾ, ഒത്തിരി സിറ്റുവേഷൻസൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും ആ ഒരു റൈറ്റിങ്സ് ഇയാൾ നിർത്തിയതേയില്ല. റൈറ്റിങ്ങിലൂടെ തന്നെ മുന്നോട്ട് പോയി. ഇത്രയും പറഞ്ഞാണ് ഈ ഒരു നോവല്ല ഇവിടെ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഡയറി എൻട്രിയിലൂടെയാണ് നമുക്കിത് മനസ്സിലാവുന്നത്. ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എഴുതുന്നു. അതിൽ കള്ളത്തരമോ കപടത്തിനോ ഒന്നും തന്നെ അദ്ദേഹം ചേർത്തിട്ടില്ല. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ എഴുതുന്നു. അയാൾക്ക് വേണ്ടി അയാൾ തന്നെയാണ് എഴുതുന്നത്, വേറൊരാൾ പറയുന്നതല്ല. ഇതിൻ്റെ ഹൈലൈറ്റ്, ഇതിൻ്റെ മെയിൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് കാരണം റഷ്യൻ സൊസൈറ്റിയിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, അതാണ് ഇതിൽ മെയിനായിട്ടും പറയുന്നത്. ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്നുമാണ് ഈ ഒരു നോവലയിൽ ത്രൂ ഔട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നോട്ട്സ് ഫ്രം ദി അണ്ടർഗ്രൗണ്ട് എന്ന നോവലയിൽ പറയുന്ന കാര്യങ്ങൾ. Hope you all got understand. If you have any doubt regarding this, ask in the comment section. Thanks for hearing.